ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞാറ്റാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാംഗോ പുഡിംഗ് ആയിട്ടാണ്. അപ്പോൾ ഇതിന് ജലാറ്റിനോ അല്ലെങ്കിൽ ചൈന ഗ്രാസോ ഒന്നും ആവശ്യമില്ലാതെ എളുപ്പത്തിൽ എങ്ങനെ മാംഗോ പുഡിംഗ് ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പഴുത്ത മാമ്പഴമാണ് അതിന് വേണ്ടത്. അത് തൊലി കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി ജാറിലേക്ക് ഇട്ടതാണിത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പുഡിംഗ് ആകുമ്പോൾ പഞ്ചസാര കുറച്ച് അധികം വേണ്ടി വരും, മധുരം. അപ്പോൾ അത് പഞ്ചസാര ചേർത്തിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ മിക്സിയിൽ അടിച്ചിട്ട് ഒരു പാനിലേക്ക് മാറ്റിയതാണ് ഇത്. വെള്ളം ചേർക്കാനേ പാടില്ല. ഇത് അത്യാവശ്യം മഞ്ഞ കളറുള്ളത് കൊണ്ട് ഞാൻ ഫുഡ് കളറൊന്നും ചേർക്കുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞ കളറിലുള്ള ഫുഡ് കളർ ചേർക്കാം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ലെയറായിട്ട് വരുന്ന വൈറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 3/4 ലിറ്റർ പാല്, അതായത് ഒരു 750 തൂക്കം വരുന്ന പാല്, അതിലേക്ക് ഒരു 3/4 കപ്പോളം തന്നെ പഞ്ചസാര ചേർത്തിട്ട് നല്ലോണം ഒന്ന് അലിയിച്ച് കൊടുക്കുക. അടുപ്പത്ത് വെച്ചാൽ ചൂടാൽ അലിയും, പക്ഷേ അതിന് നിൽക്കണ്ട, ഇപ്പോൾ തന്നെ നമ്മൾ അലിയിക്കണം. അത്ര സമയം നമ്മൾ അടുപ്പത്ത് വെക്കില്ല, അതുകൊണ്ടാണ്. പിന്നെ ഒരു 5 ടീസ്പൂണ് കോൺഫ്ലവർ പൊടിയും കൂടെ ചേർക്കണം. ഇത് നമ്മൾ മൊത്തത്തിൽ അതിലേക്ക് ഇടാതെ കുറച്ച് ഇട്ടിട്ട് ഇങ്ങനെ കലക്കി കൊടുക്കുകയാണ് വേണ്ടത്. കട്ട ഉടച്ചിട്ട് എടുക്കണം, കട്ട ഉണ്ടാകാനേ പാടില്ല. എന്നിട്ട് നമ്മൾ അതും മറ്റൊരു പാനിലേക്ക് ഒഴിക്കുക. രണ്ടും ഓരോ ചട്ടിയിൽ ഒഴിച്ച് വെക്കുക. അപ്പോൾ നമ്മൾ ഇത് നല്ലോണം കട്ട ഉടക്കണം കേട്ടോ. കോൺഫ്ലവറിൻ്റെ പൊടീൻ്റെ കട്ട തീരെ ഉണ്ടാവാനേ പാടില്ല. ഇനി നമ്മളിതിപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അടുപ്പിൽ വെച്ചിട്ട് തീ ഏറ്റവും കുറവാക്കി സിമ്മിലിട്ടിട്ട് നമ്മൾ വേവിക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ രണ്ടും ഒന്നിച്ചാണ് വേവിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരേ ടൈമിൽ കഴിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഇങ്ങനെ രണ്ടും നമ്മൾ ഒരേപോലെ ഇളക്കി കൊടുത്ത് വേവിക്കണം. രണ്ടിനും കൈ എടുത്താൽ ഏകദേശം അത് അടി പിടിക്കൽ അതൊരു ടൈറ്റ് ആവും, അങ്ങനെ ആവരുത്. അപ്പോൾ രണ്ടും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ വേവിക്കുക, അല്ലെങ്കിൽ ഓരോന്നായിട്ട് വേവിച്ചാലും മതി. രണ്ടിൽ രണ്ടും ഒരേ സമയം വേവിക്കുന്നതുകൊണ്ട് 2 കൈ വെച്ചൊക്കെ ഇളക്കേണ്ടി വരും. ഇപ്പോൾ ഇത് നമുക്ക് പാകമുള്ളൊരു ടൈറ്റിലായിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് രണ്ടും തണുക്കാൻ വേണ്ടി വെക്കുക. ഇനി നമ്മളൊരു ഗ്ലാസ് എടുത്തിട്ട് ആദ്യം അതിലേക്ക് ഏത് ലെയറാണോ ഇഷ്ടപ്പെടുന്നത്, അതായത് മഞ്ഞ വേണ്ടവർക്ക് ആദ്യം അതൊഴിക്കുക, വെള്ള വേണമെന്നുള്ളവർക്ക് അതൊഴിക്കാം. അപ്പോൾ ആദ്യം അതൊഴിക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ രണ്ടാമത്തെ ലെയർ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഏത് ഷേപ്പിലും വേണമെങ്കിൽ ചെയ്യാം. ഗ്ലാസ് ഒന്ന് ചെരിച്ച് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ എളുപ്പത്തിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ മുകളിൽ മൂന്നാമത്തെ ലെയറായിട്ട് വൈറ്റ് തന്നെ ചേർക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് യെല്ലോ, അങ്ങനെ ഒരു മൂന്നാമത്തെ ലെയർ അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. അതൊക്കെ നമ്മളെ ഇഷ്ടം പോലെ എങ്ങനെയും ചെയ്യാം. ഫുള്ള് ഇതേപോലെ വൈറ്റും ആക്കാതെ വൈറ്റ് യെല്ലോ, ഒരു ലൈറ്റ് യെല്ലോ വൈറ്റും കൂടെ ചേർന്ന് അങ്ങനെ വേണേലും ചെയ്യാം. നമ്മുടെ ഇഷ്ടം പോലെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്ത ശേഷം ഇതിൻ്റെ മുകളിൽ ഞാൻ കട്ട് ചെയ്ത ചെറിയ മാമ്പഴത്തിൻ്റെ കഷ്ണങ്ങൾ, പഴുത്ത അതേ മാമ്പഴത്തിൻ്റെ തന്നെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ അടിപൊളി നല്ല ഹെൽത്തിയായ മാംഗോ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. എന്തൊരു എളുപ്പമല്ലേ! എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ.